നമുക്ക് വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോയതോടുകൂടി ഇനി തൃശൂരിൽ ആരായിരിക്കും എൻഡിഎയുടെ സ്ഥാനാർത്ഥിയാകുക എന്നുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഈ അല്പസമയം മുമ്പ് വരെ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു. സുരേഷ് ഗോപിയെ തന്നെ കളത്തിലിറക്കാനാണ് എൻഡിഎ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ പേരിനായിരുന്നു പ്രഥമ പരിഗണന നൽകിയിരുന്നത്. സുരേഷ് ഗോപി സന്നദ്ധനല്ലെങ്കിൽ മാത്രം മറ്റു പേരുകളിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും എല്ലാം എത്തിയത്. സുരേഷ് ഗോപിയോട് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചില വ്യക്തിപരമായ തടസ്സങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് മാറി പെട്ടെന്ന് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നൊരു സാഹചര്യം അത് പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. പിന്നീടാണ് മറ്റു പേരുകളിലേക്ക് ദേശീയ നേതൃത്വം പോകുന്ന ഒരു ഘട്ടമുണ്ടായത്. പക്ഷേ സുരേഷ് ഗോപി തന്നെ അവിടെ വരണം എന്നുള്ള ഒരു നിലപാട് നേതൃത്വത്തിലെ പല ആളുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നതോടുകൂടി മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് സുരേഷ് ഗോപി സമ്മതം മൂളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിലൂടെ തൃശ്ശൂരിലെ BJPയിലുള്ള ഗ്രൂപ്പ് ഇഷ്യൂസിനെല്ലാം മറികടന്നുകൊണ്ട് പൊതുസ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അതുവഴി മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിന്, NDA നേതൃത്വത്തിനുള്ളത്. എന്തായാലും BJP ആ സീറ്റ് BDJSൽ നിന്ന് ഏറ്റെടുത്തതോടുകൂടി തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ ഇറക്കും എന്നുള്ള സൂചനകൾ തന്നെയായിരുന്നു പുറത്തു വന്നിരുന്നത്. അത് സംഭവിച്ചിരിക്കുന്നു. വളരെ ജനകീയമായ ഒരു മുഖത്തെ തന്നെ അവതരിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൂടി വരുന്നതോടുകൂടി മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം തന്നെ മാറി മറിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നോട് മത്സരിക്കാൻ നേരിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപി നമുക്ക് നൽകിയിട്ടുള്ള പ്രതികരണം. നാളിതുവരെ രാജ്യസഭ MP എന്നുള്ള നിലയിൽ കേരളത്തിൽ പ്രവർത്തിച്ചതിൻ്റെ അംഗീകാരമായി ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ് സ്ഥാനാർത്ഥിയാകാൻ പ്രധാനമന്ത്രി തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞത്. നമുക്ക് സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് പോയിട്ട് തിരികെ വരാം. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു MP-ആയി ലോക്സഭയിൽ പോയി പ്രവർത്തിക്കുവാനും ആ പ്രദേശത്തിന് സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂരിന് സാംസ്കാരിക തലസ്ഥാനം എന്ന് എഴുത്തിലൂടെ മാത്രം അല്ലാതെ കാഴ്ചയിലൂടെ ഒരുക്കുവാൻ വേണ്ടിയുള്ള അധികമായ കമ്പോണൻസ് എന്തൊക്കെയാണ് അവിടെ ഇനി വേണ്ടത് എന്നതിന് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ കുറച്ച് കാലം കൊണ്ട് കിട്ടിയ ഇൻഫ്രാസ്ട്രക്ചറൽ എൻഹാൻസ്മെൻറ്റ്സ്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കും കൊച്ചി മെട്രോ കൊച്ചിയിൽ മാത്രം ഒതുങ്ങിയാൽ അത് ലാഭത്തിലേക്ക് എത്താൻ ഒരുപാട് കാലമെത്തും. നിങ്ങൾ എയർ പൊല്യൂഷൻ, റോഡിൽ ട്രാഫിക്കിൻ്റെ തിക്നെസ് കുറയ്ക്കുക, പൊല്യൂഷൻ കുറയ്ക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഇൻറ്റൻഷനെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് തൃശ്ശൂർ മുതൽ കൊച്ചി വരെ ഓടുന്ന മെട്രോ ആയിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതും ചലഞ്ച് തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഈ ഇലക്ഷൻ വർക്ക് എന്ന് പറയുന്ന ഒരു ചലഞ്ചെന്ന് പറയുന്നത് പോലെ ആ ചുമതല കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ തൃശ്ശൂരെന്ന് പറയുന്നു ചാലക്കുടി വരെയെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ അത് നാളെ പ്രകൃതിക്ക് നൽകുന്ന സംഭാവനയായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതെ, സുരേഷ് ഗോപി വരുന്നതോടുകൂടി ആ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറി മറിയും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി കോൺഗ്രസ് ഇതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ, വളരെ തന്ത്രപരമായ ഒരു പ്രകടന പത്രിക തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് ഇന്ന് ഡൽഹിയിൽ പുറത്തിറക്കിയത്. രാഹുൽ ഗാന്ധിയോടൊപ്പം സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രൺദീപ് സുർജേവാലയും അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്ത ചടങ്ങിലാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിനടക്കം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇന്ന് പുറത്തിറക്കിയത്. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തായിരുന്നു എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രകടന പത്രിക പുറത്തിറക്കിയ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലേക്ക് പോയിട്ട് तो किसानों के लिए हमने दो बड़ी चीजें सोची. एक कि एक सेपरेट किसान बजट होना चाहिए, जैसे रेलवे बजट होता था, किसानों का एक सेपरेट बजट होना चाहिए. हिंदुस्तान के किसान को मालूम होना चाहिए
कि उसको कितना पैसा दिया जा रहा है, उसने निर्णय लिया है कि उसको अब हम क्रिमिनल ऑफेंस ना माने। अगर किसान कर्जा ना दे पाए तो वो क्रिमिनल ऑफेंस ना हो, वो सिविल ऑफेंस हो। तो ये भी एक बहुत ऐतिहासिक निर्णय है। शिक्षा और स्वास्थ्य हिंदुस्तान के भविष्य के लिए बहुत जरूरी है। शिक्षा में हमने निर्णय लिया है कि जीडीपी का 6% पैसा 6% पैसा हिंदुस्तान की शिक्षा में दिया जाए। അതെ, ജനകീയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ് ഈ പ്രകടന പത്രിക. ജനക്ഷേമ പദ്ധതികൾക്ക് കർഷകർക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പത്രിക തന്നെയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രതയും ജനക്ഷേമത്തിനുമാണ് പത്രികയിൽ ഊന്നൽ എന്ന് നമുക്ക് പറയാം. ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ ഉറപ്പു നൽകുന്ന മിനിമം വരുമാന പദ്ധതിയായ ന്യായ് തന്നെയാണ് ഈ പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ന്യായ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ്. മാസം 6,000 രൂപ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്. രാജ്യത്തെ 25 കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ സഹായം ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. കർഷകരുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ നിലയിലുള്ള നമ്മുടെ പൊതു ബജറ്റ് കൂടാതെ കർഷകർക്ക് മാത്രമായി കാർഷിക ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരു നീക്കം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. കാർഷിക കടം തിരിച്ചടയ്ക്കാത്തത് നിലവിൽ ക്രിമിനൽ കുറ്റമാണ്. അത് ക്രിമിനൽ കുറ്റമല്ലാതാക്കി മാറ്റും എന്നുള്ളതും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കും. അതുപോലെ സംസ്ഥാനങ്ങളിലെ 22 ലക്ഷം ഒഴിവുകൾ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ട്. അത് നികത്താൻ സംസ്ഥാനങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. പഞ്ചായത്ത് തലത്തിൽ സേവാമിത്ര എന്ന പേരിൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ 150 വർദ്ധിപ്പിക്കും. യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ആദ്യ 3 വർഷം അനുമതി ആവശ്യമില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളും ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിയമസഭകളിലെയും പാർലമെന്റിലും നിയമസഭയിലുമെല്ലാം 33% സ്ത്രീ സംവരണം ഉറപ്പാക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാന പ്രഖ്യാപനം. കേന്ദ്ര സർക്കാർ ജോലികളിലും ഈ 33% സംവരണം ഉറപ്പുവരുത്തും എന്നുള്ളതാണ് കോൺഗ്രസ് നൽകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം. അതുപോലെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ആരോഗ്യ പരിരക്ഷ അവകാശമാക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാന പ്രഖ്യാപനം. GDP-യുടെ 3% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കും. രാജ്യത്തെ എല്ലാവർക്കും നല്ല ചികിത്സ, ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പറഞ്ഞു വെക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ GDP-യുടെ 6% വിനിയോഗിക്കും എന്നുള്ളതാണ് പത്രിക വാഗ്ദാനം ചെയ്യുന്നത്. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രഖ്യാപനങ്ങളും ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രകടന പത്രികയ്ക്കെതിരെ BJP വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാശ്മീർ പ്രശ്നം മുൻ ഉപാധികളില്ലാതെ തുറന്ന ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നുള്ളതാണ്. ഇതിനായി 3 വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി രൂപീകരിക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ജനവാസ മേഖലയിലെ സൈനിക വിന്യാസം കുറയ്ക്കും. സൈന്യത്തിൻ്റെ പ്രത്യേക അധികാര നിയമവും കശ്മീരിലെ പ്രശ്നബാധിത മേഖലയിലെ നിയമവും പുനഃപരിശോധിക്കും എന്നുള്ള പ്രഖ്യാപനവും ഉണ്ടായി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലം മുതൽ നിലനിന്നിരുന്ന വിവാദമായ രാജ്യദ്രോഹ നിയമം റദ്ദാക്കുമെന്നുള്ള പ്രഖ്യാപനവും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെടുത്തി ഉള്ള കാര്യങ്ങളുമായി NDA സർക്കാർ പോകുന്നു എന്നൊരു വിമർശനം വലിയ രീതിയിൽ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു പ്രഖ്യാപനം കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ പറയേണ്ടത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്കെതിരെ BJP രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. വലിയ രീതിയിലുള്ള ഒരു പരിഹാസ രൂപേണയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ BJP നോക്കിക്കാണുന്നത്. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ഈ പട്ടികയിലുള്ളത് എന്നാണ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്. ഭീകരവാദികളുടെ അജണ്ടയ്ക്ക് ശക്തി പകരുന്നതാണ് പ്രകടന പത്രിക എന്നും ജെയ്റ്റ്ലി ആരോപിച്ചു. അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങളുടെ പേരിലായിരുന്നു. നമുക്ക് അരുൺ ജെയ്റ്റ്ലിയുടെ വാക്കുകളിലേക്ക് പോയിട്ട് തിരികെ വരാം. They are redefining and diluting the whole idea of national security. And therefore, informations in larger interests of the country which can't be shared. If you try and have transparency is a very good word, but
there are some notable exceptions to that principle. The country comes first. അതെ, ബി ജെ പി വലിയ വിമർശനം തന്നെ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് പങ്കുവയ്ക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, രാഹുൽ ഗാന്ധി മറ്റന്നാൾ വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി നാളെ തന്നെ കോഴിക്കോടെത്തും. മറ്റന്നാൾ വയനാട്ടിലെത്തി വലിയൊരു വിപുലമായ റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടിയുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശം പകരുന്ന ഒരു കാര്യമായി അത് മാറും. കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് വയനാട്ടിലേക്ക് വരികയാണ്. റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ പരിപാടി അതെന്തായാലും കേരളത്തിൽ, വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഈ ഘട്ടത്തിൽ കണക്കുകൂട്ടുന്ന ഒരു കാര്യം. എന്തായാലും രാഹുൽ നാളെ കേരളത്തിലേക്ക് എത്തുകയുമാണ്. ഇന്നത്തെ AR ഫസ്റ്റ് ന്യൂസ് അവസാനിപ്പിക്കാനുള്ള സമയം നമുക്കായിരിക്കുകയാണ്. ഇനി ഇന്റർനാഷണൽ ന്യൂസ് കാണാം. You are watching 24 from News Headquarters, Kochi.